ട്യൂൺ ഇട്ടിട്ട് ലിറിക്സ് എഴുതുന്നതും ലിറിക്സ് ഇട്ടിട്ട് ട്യൂൺ ചെയ്യുന്നതും രണ്ടും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടവും സൗകര്യവും ലിറിക്സ് ഇട്ടിട്ട് ട്യൂൺ ചെയ്യുന്നതാണ്. കാരണം ലിറിക്സിലെ എന്താണ് ഭാവം, എന്താണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഒരു ആശയവിനിമയം നടത്തുകയാണ് പാട്ടിലൂടെ. അല്ലാണ്ട് വെറുതെ സ്വരം പാടിയാൽ പോരല്ലോ, വരികൾ വേണ്ടേ. അപ്പോൾ എന്ത് പറയണം, വരികളെ വളച്ചൊടയ്ക്കാൻ ലിമിറ്റേഷൻസ് വരികളെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിക്കാം. പക്ഷേ ഒരു ട്യൂണിൻ്റെ ഉള്ളിൽ, അതായത് എങ്ങനെയാണ് പറയുക, അതിന് ചെരുപ്പിനനുസരിച്ച് കാലുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. കാലിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കാം, പക്ഷേ ചെരുപ്പിനനുസരിച്ച് കാലുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കാലൊക്കെ ചെത്തി മുറിച്ചിട്ട് ഒരു ചെരുപ്പിൻ്റെ ഷൂവിൻ്റെ ഉള്ളിടേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ലിറിക്സ് ആദ്യം ഉണ്ടെങ്കിൽ അവിടെ 75% പണി കഴിഞ്ഞു. ദേവരാജ മാഷ് പറയാറുണ്ടല്ലോ, കുട്ടൻ അതായത് വയലാർ തരുന്ന ലിറിക്സിനെ ഞാൻ വെറുതെ തൊട്ടുതലോടനേ ഉള്ളൂ, അതിലെല്ലാം ഉണ്ടെന്ന്. അതിൻ്റെ ഭാവമൊക്കെ ആ വരികളിലുണ്ട്. ആ ഭാവത്തിനെ ഒന്ന് പുള്ളി കണ്ടുപിടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. അപ്പോൾ പക്ഷേ നമുക്കുണ്ടായിട്ടുള്ളതോ എന്തൊരു മഹാ അത്ഭുതങ്ങളായിട്ടുള്ള സോങ്സാണ് നമുക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അന്ന് കാലത്ത് അല്ലേ, എന്തു പാട്ടുകൾ, എന്ത് വെറൈറ്റി സോങ്സ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ വരികളിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും നല്ല ട്യൂൺ എന്ന് പറയും. ഈ നല്ല ട്യൂൺ എന്ന് പറയുന്നതിനും അതിൻ്റെ പിന്നിൽ വരികളുടെ ശക്തിയാണ്. ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഒരു വേദിയിൽ ഞാനുള്ള കാര്യം പറഞ്ഞു. ഈ അയാളും ഞാനും തമ്മിൽ റിലീസായ സമയത്ത് പിന്നെ ഒരുപാട് കാലങ്ങളിൽ സ്റ്റേജിൽ അഴലിൻ്റെ ആഴങ്ങൾ മറ്റെന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആഴലിൻ്റെ ആഴങ്ങളിലത്തെ പാട്ട് അത് എൻ്റേന്ന് മാത്രം നിങ്ങൾ പറയരുത്. എന്നേക്കാൾ, എൻ്റെ ഈണത്തിനേക്കാൾ മനോഹരമായിട്ടുള്ള വരികൾ അതിലുണ്ട്. ആ വരികളുള്ളത് കൊണ്ടാണ് ആ ഈണം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. വെറുതെ ടരരാര ടാരാറ്റി ടര ടാരരാ ടാരരാരിരി ടാറ്റീരരാ. ഇതിപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടോണ്ട് നിങ്ങൾക്ക് ആ പാട്ട് ഓടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിത് കേട്ട് കഴിഞ്ഞ് ഇതെന്ത് ഇയാളിത് പാടുന്നത്, ടരരാരിരി വേറെ വല്ല പാട്ട് പാടുമോ, നീ ഇതാണ് പാട്ട്, ഇത് ടരരാരിതേരേ എന്ന് പറഞ്ഞല്ലേ. അപ്പം അതേ സമയത്ത് അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, എന്തൊരു വ്യത്യാസമാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ, ലിറിക്സിനല്ലേ ഇമ്പോർട്ടൻസ്, ഈണം അതിൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു പക്ഷേ പ്രശസ്തിയോ അല്ലെങ്കിൽ മറ്റ് വിധത്തിൽ ഒരുപാട് റെക്കഗ്നിഷൻസ് കിട്ടുന്നത് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനായിരിക്കാം. കാരണം അത് അർഹതപ്പെട്ട തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ലിറിക്സിസ്റ്റ് ഒരു പാട്ട് എഴുതുന്നത് മാക്സിമം ഒരു ദിവസം 2 ദിവസം കൊണ്ടോ ലിറിക്സ് എഴുതിയെങ്കിൽ തന്നു. പിന്നെ അവർക്ക് അതുമായിട്ട് നോർമൽ കേസിൽ യാതൊരു ബന്ധവുമില്ല. ഈ മ്യൂസിക് ഡയറക്ടർ അത് മിനിമം 1-2 മാസം അതിൻ്റെ പുറകിൽ അധ്വാനിക്കണം, എന്നിട്ടാണത് പാട്ടാവുന്നത്. അത് ട്യൂൺ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് പാട്ടുകാരെ സെലക്ട് ചെയ്ത് പാട്ടുകാരെ കൊണ്ട് പാടിച്ചിട്ട് പാട്ടുകാരെ കൊണ്ടൊക്കെ പാടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണത്. നമ്മൾ വിചാരിച്ച പോലെ അത് പ്രത്യേകിച്ചും പുതിയ ഗായകരെയൊക്കെ പാടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രമങ്ങളുണ്ട്. പിന്നെ അതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്ത്, പിന്നെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് റെക്കോർഡിങ് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് വരുമ്പോൾ 1 മാസം 2 മാസമൊക്കെ ഒരു പാട്ട്. 1 മാസമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് 1 വർഷമൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു പാട്ടിൻ്റെ പുറകിൽ. ഈ ലിറിക്സിസ്റ്റിനേക്കാൾ കുറച്ച് സൗകര്യങ്ങൾ സംഗീത സംവിധായകർക്ക് കിട്ടുന്നതിൽ ഞാൻ എൻ്റെ ലിറിക്സ്, നിങ്ങൾ എന്തിനാണ് 2 ദിവസത്തെ പണി ഇത്ര പണി ചെയ്യുന്നില്ലടാ, നീ അത് അസൂയപ്പെടല്ലേ. അതായത് മെയിനായിട്ട് എവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കായിട്ട് പോകുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം മിക്കവാറും എല്ലാവരും റിയാലിറ്റി ഷോയിലും ജഡ്ജസായിട്ടും മറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവർ പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ പബ്ലിക് ഇത് കുറവല്ലേ അവരുടെ ഇത്. പിന്നെ ഫൈനാൻഷ്യലി ആൾസോ they will be not compared. But the kind of work what a music director has to do is much 10 times or 50 times more. അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ കൈതപ്രത്തിനും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഭയങ്കര ഹ്യൂജ് ഫാൻ ബേസ്. they are outstanding. അത് മാത്രമല്ല, ഗിരീഷ് പുത്തഞ്ചേരി കൈതപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈതപ്പുറം എങ്ങനെയാണ് കൈതപ്പുറം എങ്ങനെയാണ് ആയെന്നറിയോ?
കൈതപ്പുറം പടത്തിൽ അഭിനയിച്ചു കൊടുക്കി. അങ്ങനെ ഫേമസ് ആയി. എനിക്ക് ഓർമ്മയില്ല, ഒരിക്കൽ കൈതപ്പുറത്തിൻ്റെ കൂടെ ഞാൻ അന്ന് ഈ റിയാലിറ്റി ഷോ ഒന്നും വന്നിട്ടില്ല. സാന്ത്വനത്തിലുണ്ടെന്നു, സാന്ത്വനം എന്ന് പറയുന്ന കുറേ പടത്തിൽ കൈതപ്പുറം അഭിനയിച്ചിട്ടുണ്ട്. അന്ന് കൈതപ്പുറത്തിൻ്റെ കൂടെ ഏതൊരു ഈ റിയാലിറ്റി ഷോ ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഏതൊരു യാത്ര പോകുമ്പോൾ കൈതപ്പുറത്തിനെ കണ്ട എല്ലാവരും ഭയങ്കര സ്തുതിയും ആരാധനയും. ഞാനിപ്പുറത്തിരിക്കുന്ന എന്നെ ആരും മനസ്സിലായിട്ടില്ല. ഞാൻ ചെന്നൈയിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്ന. അപ്പം ഞാൻ പിന്നീടാണ് ഈ റിയാലിറ്റി ഷോ വന്നപ്പോൾ സംഭവം മാറി. അങ്ങനെ അത് കിട്ടി. പക്ഷേ കൈതപ്പുറത്തിന് മാത്രമല്ല, ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പകരം വയ്ക്കാനില്ലാത്ത പോലെയുള്ള ഒരിതും, പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവരുടെ ഒരുപാട് വരുന്നുണ്ടല്ലോ യൂട്യൂബിൽ, പണ്ടത്തെ പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെക്കഗ്നിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ തിയേറ്ററിൽ പോയാൽ കൈതപ്പുറത്തിന് മനസ്സിലാവും, ഗിരീഷ് പുത്തഞ്ചേരിനെ മനസ്സിലാവില്ല. അവിടെയാണ് ഗിരീഷ് പുത്തഞ്ചേരിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഗിരീഷ് പുത്തഞ്ചേരിനെ ഫിസിക്കലി കണ്ടു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ആ ഗിരീഷ് പുത്തഞ്ചേരി വരുന്നു, അങ്ങനെ ആരും പറയില്ല. കൈതപ്പുറം പോയാൽ പറയും. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് കച്ചേരികൾ ചെയ്ത്, പിന്നെ അങ്ങനെ വേറൊരു തലത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം മ്യൂസിക്കും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ സംഗീത സംവിധായകരിൽ എനിക്ക് തോന്നുന്നു സാറാണ് ആദ്യമായിട്ട് എനിക്ക് ലിറിക്സ് കമ്പോസ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരും കമ്പോസ് ചെയ്തതിന് ശേഷം ലിറിക്സ് എഴുതുന്ന ഇതാണ്. എന്താണെന്നറിയോ, അതിൽ നമുക്ക് എപ്പോഴും പലപ്പോഴും ഈ അർത്ഥം കൊണ്ട് നമുക്ക് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. നല്ല ലിറിക്സ് എഴുതി വന്നു കഴിഞ്ഞാൽ ട്യൂൺ ചെയ്തിട്ട് ഓക്കെ. അതായത് എന്താണെന്നറിയോ, ട്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമരില്ലാണ്ട് ചിത്രം വരയ്ക്കുന്ന പോലെയാണ് വെറുതെ ഒരു ട്യൂൺ ഇടുന്നത്. നമുക്ക് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ ട്യൂൺ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും, എക്സ്പ്രഷൻ. പക്ഷെ ഒരു പാട്ടുണ്ടാക്കണമെങ്കിൽ വരി തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ പക്ഷേ ഞാൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഞാൻ ട്യൂൺ ചെയ്യുന്നത്? എനിക്ക് വെറുതെ ട്യൂൺ ചെയ്യാം, ലാലാല ട്യൂണല്ല. അതിനെന്തെങ്കിലും ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഈ ലിറിസിസ്റ്റുമാരോടാണ് ചോദിക്കും, ഇത് ഇവിടെ ഇങ്ങനെ ഒരു വരിക്ക് എന്ത് വരി വയ്ക്കാൻ ഞാൻ എഴുതിയിട്ട് ചെറിയ കറക്ഷൻ കേൾക്കുമ്പോൾ ആരും ഇതാവരുതല്ലോ, മോശമാവരുതല്ലോ. കേൾക്കാൻ പാട്ട് ഇമ്പ്രസ് ചെയ്യണമല്ലോ, ഡയറക്ടറെ ആരായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് പാട്ടെന്നാലല്ലേ നല്ലൊരു ട്യൂൺ ഉണ്ടായിരിക്കും, ഈ ലിറിക്സ് ശരിയാവാത്തതുകൊണ്ട് ആ പാട്ട് പോവും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനും ഫാസിലൊക്കെ കമ്പോസ് ചെയ്യുന്ന നേരത്ത് ഫാസിൽ സാറ് അദ്ദേഹം തന്നെ വരികൾ എഴുതും. വരികൾ ഇതിൽ പാടി നോക്കാൻ പറയും, എന്നാലത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വരി വേണം എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഈ വരി ഒറിജിനൽ വരി ആദ്യമേ കിട്ടി അത് ചെയ്താൽ പോരെ? അതിനെങ്ങനെയും ചെയ്യാം. വരികൾ കിട്ടിക്കഴിഞ്ഞാൽ പഴയ പാട്ട് പോലെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം. അതായത് വിരൽ തുമ്പും അതാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എനിക്കിപ്പോൾ ആ പാട്ട് ഓർമ്മയില്ല. കുപ്രസിദ്ധ പയ്യൻ ടോവിനോ തോമയുടെ ഒരു പടമുണ്ട്, വിരൽ തുമ്പും എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ട്യൂൺ ഉണ്ടാക്കി ഡയറക്ടറിന് ഇഷ്ടമായി. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, അതൊരു മോഡേൺ വിരൽ തുമ്പും വിരൽ തുമ്പും താരാര താരാര. അന്ന് പെട്ടെന്ന് ആൾക്കാർ ഇത്ര ശ്രദ്ധ ആവശ്യിച്ച പാട്ടാണ്. നല്ല വരികളാണ് ശ്രീകുമാരൻ തമ്പിയുടെ. അപ്പം നമുക്ക് ഏത് പാട്ടിനെയും ഏത് വരികളും നമുക്ക് ഏത് രീതിയിലും പെടും. മൈക്കിൾ ജാക്സൻ്റെ പാട്ട് പോലെയാക്കാം. പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. അത് മോരും മുതിരയും മാറി ഇരിക്കരുത്. ഞാനിതൊക്കെ എക്സാക്ട്ലി ചെയ്യാൻ പറ്റുന്നല്ലേ പറയണേ. ദർ ആർ പോസിബിലിറ്റീസ് ഫോർ ദാറ്റ്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ലിറിക്സ് ട്യൂൺ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ലിറിക്സ് എഴുതുന്ന ലിറിക്സിസ്റ്റുമാരുണ്ട്. ഇപ്പോൾ ബിച്ചു ആയാലും ബിച്ചുവേട്ടനൊക്കെയാണ് ആ കാലത്ത് ഏറ്റവും കൂടുതൽ ട്യൂണിൻ്റെ ലിറിക്സ് എഴുതിയിട്ട് എന്ത് കൊടുത്താലും എഴുതും. എന്ത് ഇത് വഴി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറാണെങ്കിൽ എന്നെ കല്ലെടുത്ത് എറിയും. ഇതിനൊക്കെ എങ്ങനെ എഴുതും എന്നാ ചോദിക്കുക. അവിടെയാണ് വാഴപ്പൂങ്കിളികൾ ഒരു പിടിഞ്ഞാറ് കൊണ്ട് ചെറുകൂടുകൾ മെനയുമോലപ്പീലിയിലാകെ നന. ആ ലിറിക്സിന് വേറെ ട്യൂൺ ഇടാൻ പറ്റില്ല. അതേമാതിരി ആ ട്യൂണിൽ ലിറിക്സ് ഇട്ടു. അല്ലെങ്കിൽ കമൽ പറഞ്ഞു നടക്കുന്ന പോലെ ഒരു സിറ്റുവേഷനാണ്. कोई जब तारे रे रे तारे रे रे तारा री 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 तारा री तारा रे री री.
ഇതേപോലെ താളത്തിൽ ഈ ഒരു നടക്കുന്ന ഒരു ഫീലാണ് പാട്ടിന് വേണ്ടത്. പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓ സൂപ്പർ ആടുന്നെ. ഞാനൊന്ന് ബാത്റൂമിൽ പറ്റി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരുന്നതിനുള്ളിൽ എൻ്റെ ഇതുമേ ഒരു കഷ്ണം പേപ്പറുമേ പടത്തിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുക. ഞാൻ പറയും പടത്തിൻ്റെ പേര് എനിക്കറിയാലോ, ഇതെന്തിനു എഴുതി? ഹായ് അത് നോക്കുക ഒന്ന് മണി. അത് നോക്കണ്ടു എന്തപ്പോൾ അന്ന് പാടി നോക്കുക അവസരിപ്പിച്ച എങ്ങനെ പാടണം? താനൊരു ട്യൂൺ തന്നില്ലേ ഇപ്പോൾ? അതിലൊന്ന് പാടി നോക്കി ബിച്ചു ഏട്ടനാ. അപ്പോൾ കമൽ ചിരിക്കുക. അവർ ഓൾറെഡി ബിച്ചുവേട്ടൻ നന്നായിട്ട് പാടും, ബിച്ചുവേട്ടൻ ഓൾറെഡി ഇത് പാടി കേൾപ്പിച്ചു. അങ്ങനെയാണ് കമലത് എനിക്ക് തരുന്നത്. ഉണ്ണികളെ ഒരു കഥ പറയാം. ഇതിനപ്പുറത്ത് എന്താണ്? ആ വരിക്ക് വേറെ ട്യൂൺ പറ്റുമോ? പുല്ലാങ്കുഴലിൻ കഥ പറയാം പുൽമേട്ടിലോ. കണ്ട താരാരീര എന്ന് പറയുമ്പോൾ അതായത് ഞാൻ ട്യൂൺ മുകളിലേക്ക് പോയി, താരാര പുള്ളി മുകളിലേക്ക് പോയി, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ. അത് സമതലത്തിൽ നിന്നു. പിന്നെ എങ്ങോ 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 നല്ലത് എങ്ങോ പിറന്നു പണ്ടിളം മുളങ്കൂട്ടിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ ഇതിനനുസരിച്ച് എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. അപ്പം അതെന്താ ലിറിക്സാണോ ട്യൂണാണോ? അത് ട്യൂണിൻ്റെ ലിറിക്സ് എഴുതിയതാ. അങ്ങനെ എഴുതുന്നവരുണ്ട്. ഞാൻ പക്ഷേ അത് വളരെ റെയറായിട്ട് നമുക്ക് അങ്ങനെ പാട്ടുകൾ നല്ലത് കിട്ടും. എൻ്റെ മാത്രമല്ല മറ്റുള്ളവരെയും പാട്ടുകൾ, ചില പാട്ടുകളൊക്കെ ഈണത്തിനനുസരിച്ചിട്ട് ലിറിക്സ് എഴുതിയിട്ട് മനോഹര പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പാട്ടുകൾ. അത് ഏത് ലിറിക്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്, അതിപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ സെൻസസ് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഷിബു ചക്രവർത്തിയുടെ കൂടെയാണ് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടി ഒരുമിച്ച്. പിന്നെ ഞങ്ങളുടെ വേവ് ലെങ്ത് ഒരേപോലെയാണ്. ഷിബുവും ഞാനും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയൊന്നും വേണ്ട. അദ്ദേഹം കുറേ കാലം സിനിമയിൽ ഇല്ലാണ്ട് നിങ്ങളുടെ കൂടുതൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോഴും ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഫോൺ വിളിയും ഫ്രണ്ട്ഷിപ്പും, വർക്കില്ലെങ്കിൽ അത് മാറി. നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. സ്നേഹം ഉണ്ടാവും, കണ്ടുമുട്ടുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക, അത് വേറെ വിഷയം. പക്ഷേ ഷിബു അങ്ങനെയായിരുന്നില്ല. വളരെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ എല്ലാ കാര്യത്തിലും. ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളെല്ലാം അങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതൊക്കെ ഉണ്ട്. ഒരുപാട് പാട്ടുകൾ, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് പാട്ടുകളൊക്കെ നല്ല ഹിറ്റായിരുന്നു. പിന്നെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ പടങ്ങൾ പാട്ടുകളെ കൊണ്ട് പാട്ടും പടവും ഹിറ്റായിട്ടുള്ളത് കൈതപ്പുറമായിട്ടുള്ള ഇതാണ്. കൈതപ്പുറമായിട്ടുള്ള എല്ലാ മിക്കവാറും ഞങ്ങൾ ആദ്യം തന്നെ മറ്റേ തൂവൽ സ്പർശം എന്നുള്ള പടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചത്. ആ പടം ഭയങ്കര ഹിറ്റ്, 100 Days പടമാണ്. അങ്ങനെ എത്രയോ പടങ്ങൾ, പാതിരാമഴ തുടങ്ങി ഉള്ളടക്കം. ഏറ്റവും അവസാനം ചെയ്ത് ബോഡി ഗാർഡ് അങ്ങടാ, അതിലത്തെ പാട്ട് ഹിറ്റാണ്.